നമ്മളിപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്, ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഓയിൽ പാം ലിമിറ്റഡിന്റെ നമ്മളിപ്പോൾ നിൽക്കുന്ന കണ്ടൻചിറ ഓയിൽ പാം ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ സാർ, ഇത് വലിയ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? ആശങ്ക ഉണ്ട്. എന്നിരുന്നാലും ആൾക്കാരുടെ കഠിനമായ പ്രവർത്തനം കൊണ്ട് അണ്ടർ കൺട്രോളിലാണ് ഫയർ എഞ്ചിൻ വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഞങ്ങൾ ഈ തീപിടുത്തം കാണുന്നത് ആ ഫയർ എഞ്ചിൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്നാണ് ഞങ്ങൾ ഇത് കാണുന്നത്. ഞങ്ങൾ ഇവിടേക്ക് എത്തി, ആ വാഹനം സാറിന് തന്നെ കാണാൻ കഴിയും. ആ വാഹനം ഏറെക്കുറെ ഫയർഫോഴ്സിന്റെ അത്രയും തന്നെയുള്ള ആ വാഹനമാണ്. ആ വാഹനം ഇവിടേക്ക് എത്തി. ഫയർഫോഴ്സിന് എന്തുകൊണ്ട് ഇവിടേക്ക് എത്തിക്കൂടാ എന്നുള്ളൊരു ന്യായമായ സംശയമല്ലേ? ഞങ്ങൾ നിന്ന് അതേ സമയത്താണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് അരമണിക്കൂറിലധികമാകുന്നു. അല്ല, ഫയർഫോഴ്സ് അവിടെ എന്തോ ഒരു വേലി പൊളിച്ചു കൊടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഏതാനും നിമിഷങ്ങളൊക്കെ എത്തും. ബാക്കി നിങ്ങൾക്ക് കാണാമല്ലോ, ആൾക്കാർ എല്ലാവരും ഇവരെ ഞാൻ കാണുന്നതാണ്. അതായത് കഴിഞ്ഞ അരമണിക്കൂർ, ഒരു മണിക്കൂറിലധികമായി ഈ പാവം മനുഷ്യര് ഈ തലച്ചുമടായി വെള്ളം ചുമന്നു കൊണ്ടുവരികയാണ്. ഞങ്ങളുടെ ടാങ്കറുണ്ട്, ടാങ്കറിന്റെ കൊണ്ട് വെള്ളം ചെയ്യുന്നുണ്ട്. ആ വെള്ളം തന്നെ ഇവര് തലച്ചുമടായി കൊണ്ടുവരികയാണ്. ഞാൻ പറഞ്ഞ വേലി പൊളിച്ചു പോലും വരേണ്ട സാഹചര്യം ഫയർഫോഴ്സിനില്ല. ഞങ്ങളുടെ വാഹനമൊക്കെ വന്ന സ്ഥലമാണിത്. ആരെയും കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ല, നമുക്കൊരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഇത് തീ എങ്ങനെയും ഇത് ചെയ്യണം. ഒരു ആശങ്കയുടെ ഇതില്ല. എന്തായാലും തീ ചെറുതായിട്ട് പടരുന്നുണ്ട്. നമുക്ക് കൂട്ടായ ശ്രമത്തിലൂടെ നിങ്ങൾക്ക് കാണാമല്ലോ, എല്ലാവരും തൊഴിലാളികളുടെ എഫേർട്ടിനാണ്. ചെയർമാന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ എല്ലാവരും ഇവിടെയുണ്ട്. ഞങ്ങൾ പറ്റുന്ന എല്ലാ എഫേർട്ടും ചെയ്യുന്നുണ്ട്. ബാക്കി നമുക്ക് പിന്നീട് പരിശോധിക്കാം. അതിനിപ്പോ അതിനുള്ള അവസരമല്ല കേട്ടോ. തീർച്ചയായും ഗോപി, അതാണ്. അതായത് ഈ ഒരു വേലി പൊളിച്ച് അവർ ഫയർഫോഴ്സിന്റെ യൂണിറ്റ് ഇവിടേക്ക് വരികയാണ് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഓയിൽ പാം ലിമിറ്റഡിന്റെ അധികൃതർ ഉൾപ്പെടെ ഇവിടെയുണ്ട്. ആ തൊഴിലാളികൾ തന്നെയാണ് ഇപ്പോഴും ഈ തീ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ നിന്നും ഇങ്ങനെ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം, നമ്മൾ തുടങ്ങുന്നത് കുറച്ച് മുകളിൽ നിന്നാണ്. നമ്മൾ ഈ വർത്തമാനം തുടങ്ങുന്നു. അത് കഴിഞ്ഞ് താഴേക്ക് വന്ന് അത് വളരെ സേഫായ വഴിയിലൂടെയാണ് നമ്മൾ നടന്നത്. അതിന് ചുറ്റാകെ ഇങ്ങനെ തീ പടർന്നു പിടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. നമ്മൾ ഇപ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ തുടക്കത്തിൽ നിന്ന സ്ഥലത്ത് ഒരു വലിയ നിലയിൽ തീ പടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ആ സ്ഥലത്ത് തീ ഇല്ലായിരുന്നു. ഇപ്പോൾ അവിടെ ഒരു വലിയ തീ അനുഭവപ്പെടുന്നുണ്ട്. അതായത് ഈ തൊഴിലാളികൾ അവിടെ നിന്ന് ഈ ചെറിയ നിലയിൽ വെള്ളം കൊണ്ടും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള കമ്പുകൾ കൊണ്ടും ആ തീ അണയ്ക്കുന്നു. അതിനുശേഷം അടുത്ത് തീ പടരുന്ന സ്ഥലത്തേക്ക് അവർ പോകുന്നു. അപ്പോൾ മറുവശത്ത്, അതായത് അവർ അണച്ച അതേ സ്ഥലത്ത് തന്നെ വീണ്ടും തീ പിടിക്കുന്ന സ്ഥലമാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ അവിടേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് എത്തുന്നുണ്ട്. ഏതായാലും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഓയിൽ പാം ലിമിറ്റഡ് അധികൃതർ ഉന്നയിക്കുന്നുണ്ട്. ഒന്ന്, കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ് തീപിടുത്തം ഉണ്ടായത്. ഇത്തവണയും അതേ സമയം എത്തിയപ്പോൾ തീ വരുന്നത് എങ്ങനെ? രണ്ടാമത്തെ കാര്യം, കാറ്റ് വീശി തീ കൂടുതൽ പടരുന്നതിന് മുൻപ് തന്നെ 3 ഇടങ്ങളിൽ ഒരേ സമയം തീ കണ്ടെത്തിയതിനെ കുറിച്ചുമുള്ള സംശയങ്ങളുണ്ട്.